ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് രാത്രി 8 മുതൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി തുടർന്നേക്കും. ഫൈസൽ ഹംസ നൽകും വിശദാംശങ്ങൾ. ഫൈസൽ, ഗുഡ് മോർണിംഗ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഏറെ ആവേശത്തോടെ ആരാധകർ കാത്തിരിക്കുകയാണ് മത്സരം കാണുന്നതായി, അല്ലേ? തീർച്ചയായും ശ്രുതി റോഷ്നി, ഇന്നത്തെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ മത്സരം തന്നെയായിരിക്കും. എന്തായാലും പതിവ് പോലെ പഴയകാലത്ത് ഇന്ത്യ പാക് മത്സരം നടക്കുമ്പോഴുള്ള ഒരു ആകാംക്ഷയും അല്ലെങ്കിൽ വലിയൊരു പിരിമുറുക്കമൊന്നുമില്ലെങ്കിലും ഒരു വലിയ മത്സരം കാണാം, നല്ലൊരു മത്സരം കാണാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. പ്രത്യേകിച്ച് മലയാളി താരം സഞ്ജു സാംസൺ പാകിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ടീമിൽ ഇടം പിടിച്ച സഞ്ജു ഈ മത്സരത്തിലും കളിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വിക്കറ്റ് കീപ്പറായിട്ടും അതോടൊപ്പം തന്നെ 4-ാം നമ്പർ ബാറ്റ്സ്മാനായിട്ട് കളത്തിലിറങ്ങും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ എന്തായാലും സഞ്ജുവിനെ ബാറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇന്ത്യക്ക് അനായാസമായിരുന്നു UAEക്കെതിരെയുള്ള മത്സരം. വളരെ ചെറിയ സ്കോറിൽ UAE പുറത്താക്കുന്നു. പെട്ടെന്ന് തന്നെ 27 പന്തിൽ ഇന്ത്യ ലക്ഷ്യം കാണുകയും ചെയ്യുന്നു. സമാനമായിരുന്നു ഏതാണ്ട് പാകിസ്ഥാൻ്റെയും ഒമാനെതിരായ വിജയം. ഇരു ടീമുകളും ആദ്യ മത്സരത്തിൽ വലിയ വിജയം നേടിയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചതിൽ നിന്നും വലിയ എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ബാറ്റിംഗ് ഓർഡറിൽ കാര്യമായ മാറ്റമുണ്ടാവില്ല. പക്ഷേ ബൗളർമാരുടെ എൻഡിൽ പാകിസ്ഥാനാണ് വലിയ ടീമാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ചെറിയ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതൊരു പേസറെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ 3 സ്പിന്നർമാർക്ക് അവസരം നൽകിയിരുന്നു. അത് ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയെങ്കിൽ ഒരു പേസറെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അർഷ്ദീപ് സിംഗിന് കൂടി അവസരം ലഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ജസ്പ്രീത് ബുംറയ്ക്ക് ഒപ്പം തന്നെ ശിവൻ ദുബെ ആയിരിക്കും മൂന്നാമത്തെ ഒരു പേസറായിട്ട് പന്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ആവേശത്തോടെ തന്നെയാണ് മത്സരം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.